മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല. CPM നേതാവിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ? എന്താ നിങ്ങളുടെ ഭരണം? നിങ്ങളുടെ DIG കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ? TP ചന്ദ്രശേഖരന് 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ? ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ? നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ? എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെ പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി. ശബരിമലയിൽ പാട്ടുപാടിയതിന് കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇത് 2ാമത്തെ കേസാണ്. എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ. ജനങ്ങളൊരു താക്കീത് തന്നാണ്, അത് ഇതുവരെ പഠിച്ചില്ല. പഠിക്കണ്ട. ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് 2026. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ.